നമസ്കാരം. വേദാന്ത വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലേ? ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അതായത് ഏതൊരു കാര്യത്തിൻ്റെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി വഴിയൊരുക്കി തരുന്ന ഭഗവാനായ വിനായകൻ്റെ, അതല്ലെങ്കിൽ ഗണപതിയുടെ, ഗണേശൻ്റെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിൻ്റെ തടസ്സം മാറുവാനും, സാമ്പത്തികത്തിൻ്റെ ആയിക്കോട്ടെ, ഒരു ജോലി ലഭിക്കുന്നതിൻ്റെ ആയിക്കോട്ടെ, വിവാഹത്തിൻ്റെ ആയിക്കോട്ടെ, തടസ്സങ്ങൾ മാറാനായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പെട്ടെന്ന് കാര്യസിദ്ധി നേടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ദിവസം 369 മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 369 എന്ന് പറയുന്നത് ഗോഡ്സ് നമ്പർ എന്നൊക്കെ പറയുന്ന വളരെ സ്പെഷ്യലായിട്ടൊരു നമ്പറാണ്. ഈ നമ്പർ ഇന്ന് ഈ വിനായക ചതുർത്ഥിയിൽ ഉപയോഗിച്ച് ഗണേശൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ എങ്ങനെ നടത്താമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസ് തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അത് സബ്സ്ക്രൈബ് ചെയ്യുവാനും, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എന്തെങ്കിലും പേഴ്സണൽ കൺസൾട്ടേഷന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പിട്ട് ആണ് ഇത് ചെയ്യേണ്ടത്. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി 10:59-നും 11:59-നും ഇടയ്ക്കുള്ള സമയത്താണ്. ഇതിനായിട്ട് ഒരു വെള്ള പേപ്പർ ഇടുക. ഏറ്റവും നല്ലത് ലൈൻ ഇല്ലാത്തതാണ്. ലൈനുള്ള പേപ്പറിനകത്ത് എനർജിയുടെ ഊർജത്തിൻ്റെ തടസ്സങ്ങളുള്ളത് കൊണ്ട് ലൈനുള്ള പേപ്പർ ഉപയോഗിക്കരുത്. വെള്ള പേപ്പർ എടുക്കുക. ഈ വെള്ള പേപ്പറിനകത്ത് നിങ്ങൾ മുകളിലായിട്ട് 369 എന്ന് എഴുതിയതിന് ശേഷം സ്വാസ്തിക് സിമ്പൽ, ഗണപതിയുടെ സ്വാസ്തിക് സിമ്പൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. ഈ സിമ്പൽ നിങ്ങൾ 2 സൈഡിലും വരയ്ക്കുക. അതിനുശേഷം താഴെ 3 വട്ടം 1 2 3 വട്ടം നിങ്ങളുടെ പേരെഴുതുക. അത് കഴിഞ്ഞിട്ട് 6 വട്ടം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതുക. അതായത് 4 5 തൊട്ടിട്ട് അടുത്ത 6 എന്ന് പറയുമ്പോൾ, അതായത് 9 വരെ, നമ്പർ 9 വരെ വരുന്നിടത്ത് നിങ്ങളുടെ ആഗ്രഹം എഴുതുക. അത് കഴിഞ്ഞിട്ട് 9 വട്ടം നിങ്ങൾ ഓം ഗണേശായ നമഃ എന്ന് എഴുതുക. അതായത് ആദ്യത്തെ മൂന്ന് ലൈൻ എന്ന് പറയുന്നത് 3 വട്ടം നിങ്ങൾ നിങ്ങളുടെ പേരെഴുതണം. 6 വട്ടം നിങ്ങളുടെ ആഗ്രഹം എഴുതുക. അതുപോലെ അടുത്ത 9 വട്ടം ഓം ഗണേശായ നമഃ എന്ന് എഴുതുക. ഇത് എത്രയും എഴുതിയതിന് ശേഷം താഴെ നിങ്ങൾ സ്വാസ്തിക് സിമ്പൽ വരയ്ക്കുക. അത് കഴിഞ്ഞ് ഈ പേപ്പറിനെ നിങ്ങളുടെ നേരേക്ക് മടക്കുക. അതായത് അതിൻ്റെ പേപ്പറിൻ്റെ മുകൾ ഭാഗം 369 എന്ന് എഴുതിയ ഭാഗം നിങ്ങളുടെ നേരേക്ക് മടക്കിയിട്ട് 2ആയിട്ട് അപ്പോൾ പേപ്പർ മടങ്ങും. ഇതിനെ ഒന്നും കൂടി മടക്കുക. നിങ്ങളുടെ വലത് ഭാഗത്തേക്ക് മടക്കുക. പേപ്പറിൻ്റെ ഇടത് നിന്നും വലത്തോട്ട് മടക്കുക. അപ്പോൾ അത് 4 ഭാഗമാകും. ഈ 4 ഭാഗമായതിനു ശേഷം ഇതിന് 4 കോർണറുകൾ വരും, അതായത് 4 മൂലകൾ വരും. ഈ 4 മൂലയിലും സ്വാസ്തിക് സിമ്പൽ ഈ പേപ്പറിൻ്റെ മുന്നിലും ബാക്കിലും വരയ്ക്കുക. അതിനുശേഷം ഈ പേപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാമുറിയിൽ ഗണേശ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് താഴെ വെക്കുക. ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് ഇന്നത്തെ ദിവസം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി ആയിരിക്കും. നിങ്ങൾ എന്താഗ്രഹിച്ചാലും അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫലം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക്